يا من صليت بكل الأنبياء മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്താന പരമ്പര അഥവാ അഹ്ലുബൈത്ത് അന്ത്യനാൾ വരെ അറ്റുപോകാതെ നിലകൊള്ളുമെന്ന കാര്യം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കൗസറിലൂടെ അല്ലാഹു സൂചിപ്പിക്കുന്നു. يا شفيعي يا رسول الله തിരുനബിയുടെ വഫാത്ത് അടുത്തപ്പോൾ ലോകഭൂപടത്തിലെ മുക്കാൽ ഭാഗവും ഇസ്ലാമിലേക്ക് കടന്നുവരാൻ വെമ്പൽ കൊണ്ടു. ഉമയ്യ ഭരണകാലത്താണ് പ്രവാചക കുടുംബം ആക്രമിക്കപ്പെടുന്നത്. പീഡനങ്ങളും താണ്ഡവങ്ങളും സഹിക്കവയ്യാതെ അവർ മദീന വിട്ടിറങ്ങി. ശത്രുവിഭാഗം സന്തുഷ്ടരായി. കാരണം തിരുനബി കുടുംബം വഴിയാധാരമായല്ലോ. അതിനായി കാത്തിരിക്കുകയായിരുന്നു അവർ. പക്ഷേ അത് ആഗോള നേതൃത്വത്തിലേക്കുള്ള അഹ്ലുബൈത്തിന്റെ ആഗമനത്തിന്റെ ആരംഭമായിരുന്നുവെന്ന് അവർ അറിഞ്ഞില്ല. മക്കയിൽ നിന്ന് നബി തങ്ങളെ ആട്ടിയിറക്കിയപ്പോൾ അത് അവരുടെ അധപ്പതനത്തിന്റെ തുടക്കമാണെന്ന് മക്ക മുശ്രിക്കുകൾ അറിയാതെ പോയതുപോലെ ഒരിക്കൽ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹുവിനെയും ഫാത്തിമ റളിയല്ലാഹു അൻഹായെയും ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമായെയും ഒരു പുതപ്പിനുള്ളിൽ ഒന്നിച്ചിരുത്തി തിരുനബി പറഞ്ഞു, ഹാദാ അഹ്ലുബൈത്തി. അലി റളിയല്ലാഹു അൻഹുവിന്റെ മുതുകിൽ നിന്നും ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ഉദരത്തിലൂടെയും വന്ന സന്താന പരമ്പരയാണ് അഹ്ലുബൈത്ത് എന്നറിയപ്പെടുന്നത്. കർബല യുദ്ധാനന്തരം ഇറാഖിലേക്കും അവിടെ നിന്ന് യമനിലേക്കും നബി കുടുംബം യാത്ര ചെയ്തു. യമനിൽ നിന്ന് തിരുനബി കുടുംബം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ദീനീ പ്രചാരണാർത്ഥം യാത്ര ചെയ്തു. അലി റളിയല്ലാഹു അൻഹുവിന്റെയും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹായുടെയും മകനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു, അവരുടെ മകനായ സയ്യിദ് അലി സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു രോഗം കാരണം കർബലയിൽ പങ്കെടുത്തിരുന്നില്ല. അങ്ങനെ ശത്രു സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു. പിന്നീട് അദ്ദേഹം മദീനയിലേക്ക് യാത്രയായി. സൈനുൽ ആബിദീനിലൂടെയാണ് ഈ സന്താന പരമ്പര ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിന്യസിച്ചത്. 18-ാം നൂറ്റാണ്ടിലാണ് സയ്യിദന്മാർ കേരളത്തിലെത്തുന്നത്. മദീനയിൽ നിന്ന് ഇറാഖിലേക്കും അവിടെ നിന്ന് യമനിലെ ഹദറമൗത്തിലേക്കും കുടിയേറിയ പ്രവാചക കുടുംബം അവിടെ നിന്നാണ് കേരളത്തിലെത്തുന്നത്. സമൂഹത്തിന്റെ സഞ്ചാരപഥങ്ങളിൽ നന്മയുടെയും ആത്മീയതയുടെയും വെളിച്ചം പകർന്നു നൽകുന്ന വിളക്കുമാടങ്ങളാണ് സയ്യിദന്മാർ. കേരളത്തിൽ ഇസ്ലാമിന് വേരോട്ടമുണ്ടാക്കിയതിലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ദിശാബോധം നൽകിയതിലും സയ്യിദന്മാർ വഹിച്ച പങ്ക് നിസ്തുലമാണ്. കേരളത്തിലെത്തിയ നബി കുടുംബ താവഴിയിൽ വിഖ്യാതമാണ് ശിഹാബുദ്ദീൻ കുടുംബം. പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധനത്തിനു വേണ്ടി ഹദറമൗത്തിൽ നിന്ന് ഹിജ്റ 1181 ശിഹാബുദ്ദീൻ കുടുംബത്തിന്റെ ശില്പിയായ സയ്യിദ് ശിഹാബുദ്ദീൻ അലിയുൽ ഹദ്റമി റളിയല്ലാഹു അൻഹു ആദ്യം കപ്പലിറങ്ങിയത് കോഴിക്കോട്ടാണ്. അദ്ദേഹം 3 ദിവസം ഷേഖ് ജിഫ്രിയുടെ കൂടെയാണ് താമസിച്ചത്. പിന്നീട് ഷേഖ് ജിഫ്രിയുടെ നിർദ്ദേശപ്രകാരം ഖാദി സ്ഥാനം ഏറ്റെടുക്കാനായി കേരളത്തിലെ പ്രശസ്ത മുസ്ലിം കേന്ദ്രമായ വളപട്ടണത്ത് വന്നെത്തി. വളപട്ടണം കക്കുളങ്ങര മസ്ജിദ് ഖബർസ്ഥാനിലാണ് അദ്ദേഹത്തിന്റെ മഖ്ബറ. അവരുടെ മകനായ സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ തങ്ങൾ കണ്ണൂർ അറക്കൽ രാജകുടുംബത്തിൽ നിന്ന് ഖദീജ എന്ന മഹിളാരത്നത്തെ വിവാഹം ചെയ്തു. പാരമ്പര്യമനുസരിച്ച് ഖദീജ എന്നവർ രാജ്ഞിയായപ്പോൾ അദ്ദേഹം താമസസ്ഥലം കോഴിക്കോട്ടേക്ക് മാറ്റി. കോഴിക്കോട് ഇടിയങ്ങരയിൽ കുമ്മുട്ടി വീട് എന്ന പുരയും സ്ഥലവും വാങ്ങി. അതിനടുത്ത് ഒരു പള്ളിയും പണി കഴിപ്പിച്ചു. ഇളയ എന്ന് രാജവംശത്തിന് വിളിപ്പേരുള്ളതിനാൽ ഇളയന്റെ പള്ളി എന്ന പേരിൽ ആ പള്ളി അറിയപ്പെട്ടു. ഇദ്ദേഹത്തിന് 4 സന്താനങ്ങളാണ് ഉണ്ടായിരുന്നത്. 4ാമത്തെ മകനാണ് മലപ്പുറത്ത് വന്ന് താമസമാക്കിയ സയ്യിദ് മുഹ്ലാർ ശിഹാബുദ്ദീൻ തങ്ങൾ. മലപ്പുറത്തെ ബുഖാരി കുടുംബത്തിൽ നിന്നും മുഹ്ലാർ തങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട്. മലപ്പുറം വലിയങ്ങാടി ജുമുഅത്ത് പള്ളിയുടെ വടക്കു ഭാഗത്തുള്ള ബുഖാരി സാദാത്ത് മഖാമിൽ അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു. ഹിജ്റ വർഷം 1212 മുതൽ 1258 വരെ ജീവിച്ച ഇദ്ദേഹത്തിന്റെ ഏക മകനാണ് മലബാറിലെ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ നിർണായക പങ്കുവഹിച്ച സയ്യിദ് ഹുസൈൻ ശിഹാബുദ്ദീൻ ആറ്റക്കോയത്തങ്ങൾ. കോഴിക്കോട് കോയമരക്കാരകത്ത് ഫാത്തിമ എന്നവരാണ് ഇവരുടെ മാതാവ്. പ്രഗത്ഭ പണ്ഡിതനും മുഫ്തിയുമായിരുന്ന ഇവർ ഭിഷഗ്വരൻ, സ്വാതന്ത്ര്യ സമര സേനാനി എന്നീ നിലകളിൽ കീർത്തിയാർജിച്ചു. അന്ന് പാണക്കാട് പാണന്മാർ ഒടിമറിയുന്ന സ്ഥലമായിരുന്നു. ഇവരുടെ ശല്യം കാരണം നാട്ടുകാർ മലപ്പുറത്തു വന്ന് തങ്ങളോട് പരാതി പറഞ്ഞു. തങ്ങൾ വന്ന് പാണന്മാരുടെ ശല്യം അവസാനിപ്പിച്ചു. സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങളിലൂടെയാണ് ശിഹാബുദ്ദീൻ കുടുംബം പ്രകൃതി ദൃശ്യങ്ങളുടെ ചാരുത കൊണ്ട് അനുഗ്രഹീതമായ കടലുണ്ടിപ്പുഴയുടെ തീരത്ത് നിലകൊള്ളുന്ന സസ്യശ്യാമളവും ശാന്തസുന്ദരവുമായ
മലപ്പുറം ജില്ലയിലെ ഒരു ഏറനാടൻ ഗ്രാമമായ പാണക്കാട്ടെത്തിയത്. പാണക്കാട് പഴയപുരക്കൽ ആയിരുന്നു ആറ്റക്കോയത്തങ്ങൾ താമസിച്ചിരുന്നത്. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർക്ക് തങ്ങൾ കൊടുത്ത ഉറുക്ക് പ്രസിദ്ധമാണ്. ഉറുക്ക് ധരിച്ചവർക്ക് വെടിയേൽക്കാതിരുന്നത് കാരണം തൃക്കളയൂർ യുദ്ധത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആദ്യമായി ഗ്രനേഡ് പ്രയോഗിക്കാനുള്ള അനുമതി അന്നത്തെ കലക്ടർ മദ്രാസിൽ നിന്ന് നേടി. ഗ്രനേഡ് പ്രയോഗിച്ചു. ഉറുക്ക് കൊടുത്ത കാരണത്താൽ ബ്രിട്ടീഷ് ഭരണകൂടം AD 1882 സ്വാതന്ത്ര്യ സമര സേനാനിയായ തങ്ങളെ വെല്ലൂർ ജയിലിൽ കൊണ്ടുപോയി അവിടെ തടവിലാക്കി. അനേകം കറാമത്തുകളുടെ ഉടമയായ ആ മഹാത്മാവ് ഹിജ്റ 1302 ശവ്വാൽ 10 വഫാത്തായി. വെല്ലൂർ ബാഖിയാത്തു സ്വാലിഹാത്ത് കോളേജിന് സമീപത്തുള്ള ടൗൺ ജുമാ മസ്ജിദിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഷിഹാബുദ്ദീൻ കുടുംബാംഗങ്ങൾ അവിടേക്കൊരു സിയാറത്ത് യാത്ര സംഘടിപ്പിക്കുകയും ആ മക്ബറക്ക് വേണ്ട അറ്റകുറ്റപ്പണികൾ ചെയ്ത് ഭംഗിയാക്കുകയും ചെയ്തത് പ്രശംസനീയമാണ്. പിതാവിന്റെ സഹോദരനായ ഹാമിദ് തങ്ങളുടെ മകളെയാണ് സയ്യിദ് ഹുസൈൻ ആറ്റക്കോയ തങ്ങൾ ആദ്യ വിവാഹം ചെയ്തത്. പിന്നീട് മലപ്പുറം ഖാളിയായിരുന്ന ഓടക്കൽ കുഞ്ഞഹമ്മദ് മുസ്ലിയാരുടെ മകൾ ആയിഷയെയും വിവാഹം ചെയ്തു. സന്തതികൾ സയ്യിദ് മുഹമ്മദ് കോയഞ്ഞിക്കോയ തങ്ങൾ പുത്തൻപുരക്കൽ, സയ്യിദ് അലി പൂക്കോയ തങ്ങൾ, ഇവർ രണ്ടുപേരും ആദ്യ ഭാര്യയിൽ ജനിച്ചവരാണ്. സയ്യിദ് മുഹമ്മാർ കുഞ്ഞിസീദിക്കോയ തങ്ങൾ കുന്നത്തൊടുവിൽ, സയ്യിദ് അഹമ്മദ് ഇംബിച്ച് കോയത്തങ്ങൾ, സയ്യിദ് ഫളൽ ചെറുകുഞ്ഞിക്കോയ തങ്ങൾ, സയ്യിദ് അബ്ദുള്ള കോയത്തങ്ങൾ, സയ്യിദത്ത് ഷെരീഫ ബി കുഞ്ഞി ബീവി, സയ്യിദത്ത് ഷെരീഫ മുല്ല ബീവി, ഇവരുടെ സന്താന പരമ്പരയിലെ കുടുംബ കൂട്ടായ്മയാണ് ഇന്നിവിടെ നടക്കുന്നത്. ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഷിഹാബുദ്ദീൻ ഫാമിലി കൂട്ടായ്മയുടെ രണ്ടാമത് സംഗമമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഈ ഷിഹാബുദ്ദീൻ കുടുംബ കൂട്ടായ്മ രൂപീകൃതമായത് മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ കാർമ്മികത്വത്തിലായിരുന്നു. തങ്ങളായിരുന്നു മുഖ്യ രക്ഷാധികാരി. അദ്ദേഹത്തിന് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മർഹൂം സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ സയ്യിദ് ഹുസൈൻ ശിഹാബ് പൊടിയാട് പ്രസിഡന്റും, സയ്യിദ് സ്വാലിഹ് ശിഹാബ് കോഴിക്കോട് ജനറൽ സെക്രട്ടറിയും, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് ട്രഷററുമായി രൂപീകരിച്ച 24 അംഗ കമ്മിറ്റിയാണ് ഈ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്നത്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിന് ശേഷം സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളാണ് മുഖ്യ രക്ഷാധികാരി. ഈ കൂട്ടായ്മയുടെ കീഴിൽ ധാരാളം സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എല്ലാ റമളാൻ മാസത്തിലും കുടുംബക്കാർക്ക് നൽകുന്ന ഇഫ്താർ കിറ്റുകൾ, വീടുപണിക്ക് ധനസഹായം, രോഗികൾക്കുള്ള ചികിത്സാ സഹായം, പരിശുദ്ധ റബീഉൽ അവ്വൽ മാസത്തിൽ നടത്തുന്ന മൗലിദ് സദസ്സ്, കുടുംബത്തിൽ നിന്നും മരണപ്പെടുന്നവർക്ക് പാണക്കാട് പള്ളിയിൽ വെച്ച് നടത്തുന്ന തഹ്ലീൽ എന്നിവ പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. പ്രകൃതിക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ട സഹോദര സമുദായത്തിൽപ്പെട്ട ഒരു കുടുംബത്തിന് സുമനസ്സുകളുടെ സഹായത്തോടെ ഒരു വീട് പൂർണ്ണമായി ഷിഹാബുദ്ദീൻ കൂട്ടായ്മയുടെ കീഴിൽ നിർമ്മിച്ചു നൽകുകയുണ്ടായി. ഇന്നും കേരളത്തിൽ മത, സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗങ്ങളിൽ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നതിൽ ഷിഹാബുദ്ദീൻ കുടുംബത്തിന്റെ പങ്ക് ഏറ്റവും വലുതാണ്. കോഴിക്കോട് വലിയ ഖാളി സയ്യിദ് നാസിർ അബ്ദുൽ ഹയ്യ് ശിഹാബ് തങ്ങൾ, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്, സമസ്ത കേരള സുന്നി യുവജന സംഘം സംസ്ഥാന പ്രസിഡന്റ്, അനേകം മഹല്ലുകളുടെ ഖാളി എന്നീ നിലകളിൽ അമരനായകത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്ന് പാണക്കാട് തങ്ങൾ എന്ന അഭിധാനത്തിലിരിക്കുന്ന സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ അഭിമാനമാണ്. സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ വഫാത്തിന് ശേഷം ഈ കുടുംബ കൂട്ടായ്മയുടെ നായകത്വം വഹിക്കുന്നതും തങ്ങൾ തന്നെയാണ്. ഈ കൂട്ടായ്മയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അകമഴിഞ്ഞ് സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന ബഹുമാന്യ കുടുംബാംഗങ്ങൾ, ഇതിന്റെ പ്രവർത്തനങ്ങളുമായി എല്ലാ നിലക്കും ചേർന്നു നിൽക്കുന്ന എല്ലാവർക്കും അല്ലാഹു എല്ലാവിധ ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.